ജലന്ധർ വിഷയത്തിൽ KCBC അധ്യക്ഷന്റെ വിശദീകരണക്കുറിപ്പ്. അനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി വളരെയേറെ വിമർശിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസരമാണിത്. ജലന്ധർ രൂപത അധ്യക്ഷനെതിരെ ഒരു സന്യാസിനി ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളാണ് ചർച്ചാ വിഷയം. വർഷങ്ങളായി ഈ സന്യാസിനി അടിച്ചമർത്തലിലും ഭീഷണിയും അപമാനവും സഹിക്കുന്നുവെന്നതാണ് പരാതി. ഭാരതത്തിലെ അപ്പോസ്തലിക നൂൻഷ്യോയ്ക്കും CBCI അധ്യക്ഷനും റോമിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും വ്യക്തിപരമായി കേരളത്തിലെ ചില മെത്രാന്മാർക്കും പരാതികൾ അയച്ചുവെന്നും സഭയുടെ ഭാഗത്തു നിന്നും പരിഹാരത്തിനായുള്ള എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ പോലീസിനെ സമീപിക്കുവാൻ നിർബന്ധിതയായി തീർന്നു എന്നുമാണ് സമർപ്പിതയുടെ വിശദീകരണം. വളരെയേറെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണിത്. KCBC അധ്യക്ഷൻ എന്ന നിലയിൽ പ്രശ്നപരിഹാരത്തിൽ നിന്നും നിലപാട് വ്യക്തമാക്കുന്നതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുന്നുവെന്നതാണ് എനിക്കെതിരായ ആക്ഷേപം. ഈ പശ്ചാത്തലത്തിൽ ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇന്ന് 2018 ഒക്ടോബർ 5-ാം തീയതി ഈ ദിവസം വരെ KCBCക്കോ വ്യക്തിപരമായി എനിക്കോ ഈ സന്യാസിനിയിൽ നിന്ന് ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല. കർദിനാൾ ആലഞ്ചേരിക്ക് അയച്ച പരാതി വ്യക്തിപരമാണെന്നും രഹസ്യാത്മകമായി സൂക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് അറിയാൻ കഴിയുന്നത്. തന്നെയുമല്ല, ഈ പരാതികളിലൊന്നും ലൈംഗികമായ ആരോപണങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നാണ് സൂചന. 3 മാസങ്ങൾക്ക് മുൻപ് ജൂൺ മാസം അവസാനം പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിനെ കുറിച്ചും അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും KCBC അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ മാത്രമാണ്. ജൂലൈ മാസം ആരംഭത്തിൽ കൊച്ചിയിൽ ചില മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്രകാരമുള്ള പ്രശ്നങ്ങളെ KCBC എങ്ങനെയാണ് നേരിടുന്നതെന്നതിനെക്കുറിച്ച് പൊതുവായി ഞാൻ സൂചിപ്പിച്ച ഏതാനും ചില കാര്യങ്ങൾ ഇവയാണ്. ന്യായം നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ പോലീസിൽ പരാതിപ്പെടാനുള്ള സന്യാസിനിയുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും KCBC മാനിക്കുന്നു. സഭയുടെ ഭാഗത്തു നിന്നും പരാതി സ്വീകരിച്ചവർ അന്വേഷണം മുറ പോലെ നടത്തും. തക്ക സമയത്ത് തീരുമാനങ്ങളും തിരുത്തലുകളും ശിക്ഷാ നടപടികളും ഉണ്ടാകും. പോലീസ് അന്വേഷണം ആരംഭിച്ചതുകൊണ്ടും അതിന് മുൻഗണന നൽകാനുള്ളതുകൊണ്ടും സമാന്തരമായി പരസ്യമായ അന്വേഷണം സഭയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. സത്യമറിയാനും നീതി നടപ്പാക്കാനും പോലീസിന്റെ അന്വേഷണവുമായി സഭ അങ്ങേയറ്റം സഹകരിക്കും. പ്രശ്നത്തിന്റെ വാദിയും പ്രതിയും സഭാംഗങ്ങളാണ്. രണ്ടിലൊരാൾ കള്ളം പറയുന്നു. ആര് ജയിച്ചാലും ആര് തോറ്റാലും അതിന്റെ അപമാനവും മുറിവും വേദനയും സഭാ കുടുംബം മുഴുവൻ ഏറ്റെടുത്തേ മതിയാവൂ. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഈ വസ്തുത എളിമയോടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അന്വേഷണം പൂർത്തിയായി വിധി വരുന്നതുവരെ ചിലരെ വേട്ടക്കാരായും മറ്റു ചിലരെ ഇരകളായും നിശ്ചയിക്കുന്ന സമീപനത്തോട് KCBCക്ക് യോജിപ്പില്ല. ഇതിന്റെ മറവിൽ സഭയെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്നതിനെ KCBC അങ്ങേയറ്റം അപലപിക്കുന്നു. ഈ പത്രസമ്മേളനം കഴിഞ്ഞ 2 ആഴ്ചകൾക്കു ശേഷം CBCI അധ്യക്ഷൻ കാർഡിനൽ ഗ്രേഷ്യസിനെയും നൂൻഷ്യോയെയും ഡൽഹി മെത്രാപ്പൊലിത്തയെയും ഞാൻ ടെലിഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. കേരളത്തിൽ ഈ പ്രശ്നം വളരെ സങ്കീർണമാണെന്നും സാധിക്കുകയാണെങ്കിൽ ജലന്ധർ രൂപത അധ്യക്ഷൻ രൂപതാഭരണത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ ഉപദേശിക്കണമെന്നും ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് അനുഭാവപൂർവ്വം ചിന്തിക്കാമെന്ന മറുപടിയാണ് അവരിൽ നിന്നും എനിക്ക് ലഭിച്ചത്. സെപ്റ്റംബർ 8-ാം തീയതി ഹൈക്കോടതി പരിസരത്ത് സന്യാസിനികളുടെ സമരം ആരംഭിച്ചു. മാധ്യമ വിചാരണകൾ ഒന്നുകൂടി ശക്തമാകുകയും നിക്ഷിപ്ത താൽപര്യക്കാർ സഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി കൂടുതൽ ശക്തി ആർജിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സെപ്റ്റംബർ 12-ാം തീയതി അന്വേഷണത്തെ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണവുമായി ആത്മാർത്ഥതയോടെ സഹകരിക്കാമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടും സഭയെ അവഹേളിച്ചുകൊണ്ടുള്ള സമരപരിപാടികളെ അപലപിച്ചുകൊണ്ടും KCBC പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും സാംസ്കാരിക നായകരും സമരത്തെ അനുകൂലിക്കുകയും നിക്ഷിപ്ത താൽപര്യക്കാർ സഭയെ അവഹേളിക്കുകയും CBCIയുടെയും KCBCയുടെയും ശവപ്പെട്ടിയുണ്ടാക്കി സംസ്കാരം നടത്തുകയും ചെയ്തപ്പോൾ വേദന തോന്നി. ബോധ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള ആരുടെയും അവകാശത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അന്വേഷണത്തിനായി മെത്രാനെ കേരളത്തിൽ വിളിച്ചു വരുത്താൻ പോകുന്നതായും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന മുറവിളി വർദ്ധിക്കുന്നതായും ഏതാനും ദിവസങ്ങൾക്കകം അറസ്റ്റ് സാധ്യതയുള്ളതായും അറിഞ്ഞ അവസരത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് വ്യക്തവും ശക്തവുമായ എഴുത്തുകൾ നൂൻഷ്യോയ്ക്കും CBI അധ്യക്ഷനും അയക്കുകയുണ്ടായി. ഇതുവരെ KCBCക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ലെന്നും മേലധികാരികൾക്ക് അവർ അയച്ചുവെന്ന് മാധ്യമങ്ങളിൽ വന്ന പരാതികളുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അവരുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും KCBCയുടെ ഭാഗത്തു നിന്ന് പ്രയാസമുണ്ടെന്നും എന്താണ് ഈ പ്രശ്നത്തിന്റെ നിജസ്ഥിതിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ഞാൻ ഈ എഴുത്തുകളിൽ ആവശ്യപ്പെട്ടിരുന്നു. സംശയിച്ചതുപോലെ സെപ്റ്റംബർ മാസം 19-ാം തീയതി അന്വേഷണ വിധേയനായ മെത്രാനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇക്കാര്യങ്ങൾ വിലയിരുത്താൻ സെപ്റ്റംബർ മാസം 23-ാം തീയതി അടിയന്തരമായി KCBC വിളിച്ചുകൂട്ടി. ഇതുവരെ KCBC എടുത്ത നിലപാടുകൾ ന്യായമാണോ എന്നും അതൊന്നുകൂടി ആവർത്തിച്ച് പ്രസിദ്ധീകരിക്കണമെന്നും നിക്ഷിപ്ത താൽപര്യക്കാരുടെ സഭയ്ക്കെതിരായ ആക്ഷേപങ്ങളെ ചെറുത്തു നിൽക്കണമെന്നും പോലീസിന്റെയും കോടതിയുടെയും ന്യായമായ എല്ലാ നടപടികളുമായി സഹകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KCBC ആരോടും പക്ഷപാതം കാണിച്ചിട്ടില്ല. സത്യം ആരുടെ ഭാഗത്താണെന്ന് ഇനിയും നിശ്ചയമില്ല. സഭയെ അവഹേളിച്ച സമരത്തെ അപലപിച്ചതിന്റെ പേരിലും
കസ്റ്റഡിയിലുള്ള മെത്രാനെ സ്നേഹിതരും സഹപ്രവർത്തകരുമായ ചില മെത്രാന്മാർ സന്ദർശിച്ചതിന്റെ പേരിലും മെത്രാൻ അനുകൂലിച്ചതായും സന്യാസിനികളെ എതിർത്തതുമായുമുള്ള വ്യാഖ്യാനങ്ങൾ ശരിയല്ല. വ്യക്തിപരമായി ആർക്കും ആരെയും സന്ദർശിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ടല്ലോ. അന്വേഷണത്തിന്റെ അവസരത്തിൽ KCBC ഇരുകൂട്ടരെയും ഒരുപോലെ ഉൾക്കൊള്ളാനും സമദൂരം പാലിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പക്കലേക്ക് വന്ന ആരെയും സ്വീകരിക്കാതിരുന്നിട്ടുമില്ല. ഇതിനിടയ്ക്കാണ് പ്രശ്നത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് സാധ്യമായ വിവരങ്ങൾ തന്ന് സഹായിക്കണമെന്ന എന്റെ എഴുത്തിന് CBCI അധ്യക്ഷന്റെയും നുൻഷ്യയുടെയും മറുപടികൾ ലഭിക്കുന്നത്. CBCI അധ്യക്ഷൻ കർദിനാൾ ഗ്രേഷ്യസിന്റെ മറുപടി ഇതാണ്: The first communication of the sister to me was on September 10, enclosing the copy of her letter of September 8 to the nuncio. നമുക്കറിയാവുന്നതുപോലെ സെപ്റ്റംബർ 8-ാം തീയതിയാണ് സമരം ആരംഭിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 10-ാം തീയതി എഴുതിയ പരാതിയാണ് CBCIയുടെ അധ്യക്ഷന് സന്യാസിനിയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പരാതി. അതുവരെ മാധ്യമങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങളെ അദ്ദേഹത്തിന് അറിയുമായിരുന്നുള്ളൂ. ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെങ്കിലും ടെലഫോണിലൂടെ റോമിലെ അധികാരികളെ അറിയിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നുൻഷ്യയുടെ വ്യക്തിപരമായ മറുപടിയിൽ പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ നയതന്ത്രപരമായ രീതിയായിരിക്കാം അത്. ഇവിടത്തെ എല്ലാ വാർത്തകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും റോമിലെ മേലധികാരികളെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഫ്രം മൈ പാർട്ട് I don't have any documents to share എന്നാണ്. അതായത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രേഖയും ഇല്ലെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. KCBCയെ ഇന്ന് ധാരാളം പേർ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടാത്ത ഒരു പരാതിയിന്മേൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇതിനുമപ്പുറം എന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് അറിയില്ല. KCBCക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് പറയാനുള്ള വസ്തുതകൾ സത്യസന്ധമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചുവെന്നേ ഉള്ളൂ. ആരൊക്കെ ആർക്കൊക്കെ പരാതികൾ അയച്ചുവെന്നോ എന്തൊക്കെയാണ് അതിന്റെ ഉള്ളടക്കമെന്നോ എനിക്കറിയില്ല. പ്രശ്നത്തിന്റെ ചുരുളുകൾ അഴിയുന്നതേയുള്ളൂ. ആരെയും വിധിക്കാനോ ന്യായീകരിക്കാനോ സമയമായിട്ടില്ല. ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി സത്യം പുറത്തു കൊണ്ടുവരുവാനും നീതി നടപ്പാക്കാനും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ മാറി നിന്ന് വിമർശിക്കാതെ പ്രശ്നപരിഹാരത്തിന് സഭാ നേതൃത്വത്തെ സഹായിക്കാൻ സുസമ്മതരും സഭാസ്നേഹികളുമായ ഒരു കൂട്ടം ആത്മായർ മുന്നോട്ട് വന്ന് പ്രവർത്തനം ആരംഭിച്ചത് വളരെയേറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്നു. KCBC തുടർന്ന് സ്വീകരിക്കുന്ന നടപടികളിലും ഈ ആത്മായ സമിതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഗൗരവമായി പരിഗണിക്കുന്നതാണ്.